ഇതൊരു സമാപന സന്ദേശം. ഈ പ്രാവശ്യത്തെ യോഗങ്ങളുടെ സമാപന സന്ദേശം എന്ന നിലയിലാണ്. നിങ്ങൾക്ക് നൽകേണ്ടത് എന്ത് എന്ന് എൻ്റെ അന്വേഷണത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ധ്യാനമണ്ഡലത്തിലേക്ക് പകർന്നു നൽകിയൊരു വേദഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. 2 പത്രോസ് 1:16 2 അതിപ്രധാനമായ ചിന്തകൾ 1 മണിക്കൂർ നേരം കൊണ്ട് എങ്ങനെ പ്രസ്താവിക്കുക എന്നുള്ളത് കാര്യത്തിൽ സന്ദേഹമുണ്ടെങ്കിലും നമുക്കാവശ്യമായതെല്ലാം ദൈവാത്മാവ് പകർന്നു തരാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. പത്രോസിൻ്റെ ലേഖനങ്ങൾ 2 പൊതുലേഖനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ലേഖനങ്ങളാണ് എൻ്റെ പ്രണയഗ്രന്ഥങ്ങൾ. കൺവെൻഷനോ കവലയിലോ മറ്റിതര യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുവാൻ ഞാൻ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ലേഖനങ്ങളിലൂടെയാണ്. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ച് എന്നതാണ് ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയം എന്ന് പറയുന്നത്. റോമർ മുതൽ യൂദ വരെയുള്ള 21 ലേഖനങ്ങളുടെയും ആന്തരിക പ്രമേയം അതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ ദൈവശാസ്ത്ര വിശകലനം, ദൈവസഭയെക്കുറിച്ചുള്ള ആഴമേറിയ ദൈവശാസ്ത്ര വിശകലനം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം, ദൈവത്വത്തിൻ്റെ മഹത്വം, സഭ എന്താണ് എന്നും സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നുമുള്ള അനുഗ്രഹീത വിഷയങ്ങളുടെ വിശകലനമാണ് ലേഖനങ്ങളിലുടനീളം. ലേഖനങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ മനസ്സ് കാട്ടിയാൽ നമ്മളറിയാതെ തന്നെ രൂപപ്പെട്ടു വരുന്നൊരാത്മീയത, ഒരു ക്രൈസ്തവീയത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പഴയ നിയമഗ്രന്ഥങ്ങളിലെ വ്യക്തികളെയും സംഭവങ്ങളെയും മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് അതുമായി രൂപപ്പെടുന്ന പ്രസംഗങ്ങളും അതിൻ്റേതായിരിക്കുന്ന ഓറൽ ട്രഡീഷനിലുമാണ് വിശ്വാസികൾ പലരും മുൻപോട്ട് പോവുക. ഈ കേട്ടിട്ടുള്ള പല സംഭവങ്ങളെയും എവിടെയാണെന്ന് വായിച്ചു പോലും അറിയാത്ത വിശ്വാസികളാണ് കൂടുതലും. പ്രസംഗകരിലൂടെ കേട്ടുപരിചയം മാത്രമേ ഉള്ളൂ, ഇന്നിടത്തതൊക്കെ ഇന്ന സംഭവങ്ങളുണ്ടെന്നുള്ളത്. അതാണ് ഓറൽ ട്രഡീഷൻ എന്ന് പറയുക. പക്ഷേ വേദപുസ്തകത്തെ നിരന്തരം പാരായണം ചെയ്യുകയും വേദപുസ്തകത്തോട് അകന്നു പോകാതെ അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് വേദവിജ്ഞാനം ധാരാളമായി ലഭിക്കപ്പെടുക. വിശേഷിച്ച് പുതിയ നിയമത്തിലെ ലേഖനങ്ങളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികളുടെ ആത്മീയതയ്ക്ക് തന്നെ ഒരു ആഴവും പരപ്പും ഉണ്ടാകും. ജീവിതത്തിൻ്റെ സമരമുഖങ്ങളെ നേരിടേണ്ടതിന് കരുത്ത് അവർ പ്രാപിച്ചെടുത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന 3 വിശേഷമായിരിക്കുന്ന വിചാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ആത്മീക ജീവിതം അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ 3 കാര്യങ്ങൾ മറക്കരുത്. ലേഖനങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ജീവിതത്തിൽ 3 അതിപ്രധാനമായ കാര്യങ്ങളുണ്ട്. നിരവധി യുവാക്കന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ആത്മിക പ്രബുദ്ധതയ്ക്ക് വേണ്ടി 3 കാര്യങ്ങളെ അക്കമിട്ട് ഞാൻ നിരത്താം. യുവാക്കന്മാർക്ക് മാത്രമല്ല, എല്ലാ പ്രായക്കാർക്കും ഉപകരിക്കുന്ന 3 വിചാരങ്ങൾ. 1, ലേഖനങ്ങളെ പ്രണയിക്കുന്ന ഒരാൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കാൻ കഴിയും. എത്ര പേര് ആമേൻ പറയാൻ പറ്റും? എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം എന്നിത്യാദി വസ്തുതകൾ ലേഖനങ്ങൾ നമുക്ക് വിശാലമായി നൽകിത്തരുന്നുണ്ട്. അതിനെ നിരുപാധികം ഏറ്റെടുക്കുന്ന ഒരാളിന് മാത്രമേ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ലോകത്തിൻ്റെ മാസ്മരികത, ലോകത്തിൻ്റെ ആർഭാടം, അതിൻ്റെ ആഡംബരം, അതിൻ്റെ പട്ട്, അതിൻ്റെ പകിട്ട്, അതിൻ്റെ ആഭിചാരം, അതിൻ്റെ വ്യഭിചാരം അടക്കമുള്ള ദോഷങ്ങളെ അകറ്റി നിർത്തി അതിനോട് നോ എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ് ജീവിതത്തിൻ്റെ സംശുദ്ധ തലങ്ങളെ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ദൈവപ്രസാദ യോഗ്യമായി ക്രിസ്തു കേന്ദ്രീകൃതമായി ആത്മനിയോഗിതമായിട്ടുള്ളൊരു ആത്മീക ജീവിതത്തിന് കാമ്പും കഴമ്പും ഉണ്ടാക്കാൻ ലേഖനങ്ങളുടെ പഠനവും ധ്യാനവും ലേഖനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ 1, ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കുക. 2ാമത്തെ ചിന്ത കേട്ടോണം, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കുക. നമ്മളെല്ലാവരും ജഡത്തിലാണ്. ജഡമുതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ, വിചാരവികാരങ്ങളുടെ, വിക്ഷോഭങ്ങളുടെ, ആവേഗ നിയോഗങ്ങളുടെ ഒക്കെ മുൻപിൽ മുക്കുകുത്തിപ്പോകുന്നൊരാത്മീയതയല്ല. ഇന്ദ്രിയ വ്യവസ്ഥിതികളിൽ ഉറഞ്ഞുതുള്ളുന്ന പാപരാഗങ്ങൾ അരുതരുതാത്തതിന് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ജഡത്തോട് അടങ്ങെന്ന് പറയാനുള്ളൊരു കരുത്ത് ലേഖനങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കപ്പെടുക. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യത്തെ? ലേഖനങ്ങൾ ധ്യാനിക്കുന്നൊരു വ്യക്തിക്കാണ് അവരുടെ ജഡത്തെ നിയന്ത്രിക്കുവാൻ, ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും പിടിച്ചടക്കാൻ കഴിയുന്നൊരാത്മീയ അനുഭവം ഉണ്ടാകുകയുള്ളൂ. അതാണ് 2ാമത്തെ ചിന്ത. ഇനി 3ാമത്തത്, ലേഖനങ്ങളെ പ്രണയിക്കുന്ന ഒരാൾക്ക് ലഭിക്കപ്പെടുന്ന 3ാമത്തെ ആർജവത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ വേറൊരു ലോകത്തിന് വേണ്ടി പ്രതീക്ഷിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇവിടെ ഒരു ഭരണ വ്യവസ്ഥതയുണ്ട്. അതൊക്കെ നമ്മൾ അനുസരിക്കുന്നു. കേന്ദ്രം ആര് ഭരിച്ചാലും സംസ്ഥാനം ആര് ഭരിച്ചാലും ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനോട് വിഘടന മനോഭാവമില്ലാതെ പിക്കറ്റിങ്ങോ ഹർത്താലോ കരിങ്കൊടി പ്രകടനങ്ങളോ മന്ത്രിയെ വഴിയിൽ തടയോ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരേ ഒരു കൂട്ടം ആളുകൾ പെന്തക്കോസ്ത് ജനതയാണ്.
പ്രൈസ് ദ ലോർഡ്. കാരണം ഈ ലോകത്തോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട്, ഇവിടുത്തെ ഭരണ വ്യവസ്ഥതയോട് പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ തന്നെ അതിനോടെല്ലാം നമ്മൾ ഇങ്ങനെ അനുസരിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് പോകുമ്പോഴും വരാനൊരു ലോകത്തോടാണ് നമ്മുടെ താല്പര്യം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ. ആ ലോകത്തിലെത്തപ്പെടണം. എബ്രായ ലേഖനം 2:5 പറയുന്നത് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, അതാണ് നമ്മുടെ പ്രതീക്ഷ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ഒരുമിച്ചൊന്ന് വിചാരത്തിന് നിങ്ങൾ സമയമെടുക്കണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കുക, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കുക, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേറെ ലോകത്തിന് വേണ്ടി പ്രതീക്ഷയോടെ ജീവിക്കുക. ഈ 3 കാര്യങ്ങളിൽ പ്രബുദ്ധ മനസ്സുള്ളവരാകണമെങ്കിൽ ലേഖനങ്ങളെ പ്രണയിച്ചേ പറ്റുള്ളൂ. സമ്മതിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കുക, റോമർ മുതൽ എബ്രായർ വരെ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെതാണെന്ന് നമുക്കറിയാം. വിശ്വാസികളുടെ ഒരു സംഗമമാണ് ഇന്ന് രാത്രി ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ മുഖവര ഈ ട്രാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. 14 ലേഖനങ്ങൾ, അത് വിശേഷവിധിയായി നിരവധി വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുക. അതിനുശേഷം യാക്കോബ് മുതലങ്ങ് യൂദ വരെയുള്ള 7 ലേഖനങ്ങളെ പൊതുലേഖനങ്ങൾ, ജനറൽ എപ്പിസ്റ്റൽസ് എന്നാണ് പറയുക. 3 അനുഗ്രഹീതമായ മൂല്യങ്ങളുണ്ട് ക്രൈസ്തവികതയിൽ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതാണ് കൃപാത്രയങ്ങൾ എന്ന് പറയുക. അതിന് കൊടുക്കാവുന്ന നല്ലൊരു പേരാണ് കൃപാത്രയങ്ങൾ. കൃപാത്രയങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതാണ്. അപ്പോൾ ഈ 3 ക്വാളിറ്റിയെ അതിൻ്റെ കീഴിൽ നമുക്ക് 7 ലേഖനങ്ങളെ കൃത്യമായി ക്രമീകരിച്ച് വയ്ക്കാം. അങ്ങനെയും കൂടി ഒരു വിഭജനം ഓർത്തിരിക്കണം ദൈവമക്കൾ. പഠനാർഹമായ ചില ചിന്തകൾ പ്രാരംഭത്തിൽ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃപാത്രയങ്ങളായിരിക്കുന്ന വിശ്വാസം എന്ന വിഷയത്തിൻ്റെ കീഴിൽ വയ്ക്കാവുന്ന 2 ലേഖനങ്ങളുണ്ട്, യാക്കോബും യൂദായും. യാക്കോബ്, യൂദ എന്ന 2 ലേഖനങ്ങൾ വിശ്വാസത്തെയാണ് പ്രകീർത്തിക്കുന്നത്. ക്രിസ്ത്യൻ ഫെയ്ത്ത്, കൺസേണിങ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതാണ് യാക്കോബിൻ്റെ ലേഖനവും യൂദയുടെ ലേഖനവും. അവിടെ തന്നെ ഒരു അനുബന്ധം ഓർത്തിരിക്കണം. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇൻ ആക്ഷൻ, വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ യാക്കോബിൻ്റെ യൂദയുടെ ലേഖനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത് എന്നതാണ്, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. 2 കാര്യങ്ങൾ മനസ്സിലായോ? യാക്കോബ് പറയുന്നു ഫെയ്ത്ത് ഇൻ ആക്ഷൻ, വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരിക. യൂദ പറയുന്നു ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത്, വിശ്വാസ സംഹിതയ്ക്ക് വേണ്ടി പോരാടുക. പ്രൈസ് ദ ലോർഡ്. ഇത് രണ്ടുമാണ് വിശ്വാസ സംഹിത ലേഖനങ്ങൾ എന്ന് പറയുക. അടുത്ത പത്രോസിൻ്റെ 2 ലേഖനങ്ങൾ, അത് രണ്ടും പ്രത്യാശ എന്ന അനുഗ്രഹിത വിഷയത്തെയാണ് കൈകാര്യം ചെയ്യുക. ക്രൈസ്തവ ജനതയുടെ പ്രതീക്ഷ പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ യോഗ്യതകൾ, അതിൻ്റെ അനന്ത സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സവിസ്തരം വിവരിക്കുന്ന 2 ഉജ്ജ്വല ലേഖനങ്ങൾ, പ്രൗഢഗംഭീരമായ പ്രത്യാശ ലേഖനങ്ങൾ. അതാണ് 1 പത്രോസ് 2 പത്രോസ് എന്ന് പറയുന്നത്. ഇനി 3-മത്തേത്, കൃപാത്രയങ്ങളിൽ 3-മത്തേത് സ്നേഹമാണ്. സ്നേഹം എന്ന വിഷയത്തിൻ്റെ കീഴിൽ നമുക്ക് അടുക്കി വയ്ക്കാവുന്ന 3 ലേഖനങ്ങൾ പൊതുലേഖനങ്ങളിലുള്ളത് യോഹന്ന കൃതികളാണ്. യോഹന്നാൻ്റെ 3 ലേഖനങ്ങളാണ്. ഗോഡ് ഈസ് ലവ് എന്ന വിശ്വവിഖ്യാതമായ വേദ സൂക്തത്തെ ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹീതനായ എഴുത്തുകാരൻ, ഗ്രേറ്റ് തിയോളജിയനാണ്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണ്ണമായിരിക്കുന്ന അവസ്ഥാവിശേഷത്തെ യോഹന്നാൻ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ സാധാരണ ക്രിസ്തു വിജ്ഞാനിയം എന്ന് പറയാൻ പറ്റില്ല, ഹൈ ക്രിസ്റ്റോളജി എന്ന് തന്നെ പറയണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിലും യോഹന്യ ലേഖനങ്ങളിലുമൊക്കെ ഹൈ ക്രിസ്റ്റോളജിയുടെ ഉജ്ജ്വലമായ അവതരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യോഹന്നാൻ്റെ ലേഖനങ്ങൾ മൊത്തത്തിൽ സ്നേഹം എന്താണ് എന്നും വിശേഷിച്ച ദൈവസ്നേഹം അഗാപ്പേ, അതാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. ഓക്കെ, ഈ 3 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ 7 ലേഖനങ്ങളെ നമുക്കിങ്ങനെ അടുക്കി വയ്ക്കാൻ പറ്റും. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുടെ സമന്വയം സമഞ്ജസമായി സമ്മേളിപ്പിക്കാൻ ഇന്ന് രാത്രി നേരം പോരാ എന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്, എനിക്കും അറിയാം അക്കാര്യം. യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ പ്രത്യക്ഷത, 2 വ്യത്യസ്ത വിഷയങ്ങളെ ഒരുമിച്ചാക്കുകയാണ് പത്രോസ് അവിടെ ചെയ്തിട്ടുള്ളത്. അവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം, മങ്കുഴിപ്പടി ദേശം, എത്രമാത്രം ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ അങ്ങ് ദൂരെ കേൾക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പക്ഷേ വെളിയിൽ കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 12 കീഴിലുള്ളവർക്കൊക്കെ വേദവിജ്ഞാനീയ ബോധമുള്ളവരാണ്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ക്രൈസ്തവ സന്ദേശത്തോട് ആഭിമുഖ്യമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. മതങ്ങൾ വ്യത്യസ്തമാണ്, ആശയങ്ങൾ വ്യത്യസ്തമാണ്, ആദർശങ്ങൾ വ്യത്യസ്തമാണ്, പ്രത്യയശാസ്ത്രങ്ങൾ വ്യത്യസ്തമാകും. എങ്കിലും സുവിശേഷത്തോട് നാളുകളായി നടന്നു വരുന്ന ക്രൈസ്തവ പ്രഭാഷണങ്ങളോട് ആഭിമുഖ്യമുള്ള പ്രബുദ്ധ മനസ്സുള്ളവർ വെളിയിലുണ്ട് എന്നെനിക്കറിയാം. അവരറിയേണ്ടതിന് വേണ്ടി പറയാം.
ഇവിടെ പലതും ചിലതും പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ, രാഷ്ട്രീയ മീമാംസകളാകട്ടെ, വേദചിന്തകളോ ദാർശനിക പ്രബോധനങ്ങളോ എന്തുമാകട്ടെ, പുരാണങ്ങളോ ഐതിഹ്യങ്ങളോ എന്തുമാകട്ടെ, അതൊക്കെ നിർമ്മിത കഥകളാണ്, നിർമ്മിതമാണ്. ആരുടെയൊക്കെ ബുദ്ധിമണ്ഡലത്തിൽ രൂപപ്പെട്ട ചില ചിന്തകളും അതിനെ ലിഖിതമാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ പാടുന്നതും പറയുന്നതുമായ ക്രിസ്തു വചനങ്ങൾ നിർമ്മിത വചനങ്ങളല്ല, അനുഭവത്തിൻ്റെ ശക്തമായ തലത്തിൽ നിന്നുള്ളവയാണ്. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയും? അതാണ് ഇത്ര ആവേശം. പാടുന്ന പാട്ടുകാരൻ നിന്ന് പാടാതെ ആ പാട്ടിൻ്റെ വരികളിലൂടെ അദ്ദേഹം ഇങ്ങനെ തുള്ളിത്തെറിച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ക്രൈസ്തവ ഗാനങ്ങൾ പാടുമ്പോൾ ഒരു ആന്തോളനം കണ്ടിട്ടില്ലേ? അതിനുവേണ്ടി ഈ സംഗീതം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ വിരലുകൾ ഓടുന്ന കണ്ടിട്ടുണ്ടോ? അവരുടെ ശരീരം അതിനനുസരിച്ച് ചലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം എന്താണെന്നറിയാമോ? ഇതൊരു നിർമ്മിത സംഗതിയല്ല, ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ആ ആവേശമുണ്ടാകുന്നത്. പ്രൈസ് ദ ലോർഡ്. ആ അനുഭവം ഏതാണ്? പാട്ടുപാടുമ്പോൾ അനുഭവം ഏതാ? ഇതിൻ്റെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം മറന്നുള്ള അനുഭവം എന്താണെന്നറിയാമോ? ഞങ്ങൾ അനുഭവിക്കുന്നത് സാക്ഷാൽ കർത്താവിനെ തന്നെയാണ്. സ്തോത്രം. ഒരു ഐതിഹ്യത്തെയല്ല, ഒരു പുരാണത്തെയല്ല, പകരം ഇതൊരു അനുഭവം തന്നെയാണ്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാടിയ പാട്ട് യേശു മഹോന്നതനെ ഗംഭീരമാണ്. ലോഡ്സൺ പാടുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ഒരു ആസ്വാദ്യതയും അതിൻ്റെതായിരിക്കുന്ന ഒരു ഭംഗിയും ഒക്കെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം യേശു മഹോന്നതൻ എന്നുള്ളത് എഴുതിയതാരാന്ന്? പാട്ട് വിചാരം പഠിക്കണം. എഴുതിയതാരാന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ നാളെ മുതൽ നിങ്ങളത് പാടുമെന്നുള്ളതാണ് എൻ്റെ സന്ദേഹം. യേശു മഹോന്നതൻ എന്നുള്ള പാട്ട്, ഈ പാട്ട് പാടിയാണ് മിക്കവാറും തമ്പേറ് അതിൻ്റെ തോല് പോയിട്ടുള്ളത്. ഈ പാട്ട് അത്രയ്ക്ക് ആവേശമാണ്. തോല് പൊളിഞ്ഞ തമ്പേറിനോട് ചോദിക്കണം, ഇത്രമാത്രം നിനക്ക് തല്ല് കിട്ടാൻ പാടിയ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും തമ്പേറ് സാക്ഷ്യം പറയുന്ന യേശു മഹോന്നതനെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ആവേശമുള്ളൊരു പാട്ട് യേശു മഹോന്നതനെ എന്നുള്ള പാട്ട് പാടും ഞാൻ പരമേശനു സതതം. വേറൊരു പാട്ടുണ്ട്, വാഴ്ത്തിടുന്നു 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 ഞാൻ. മറ്റൊരു പാട്ടുണ്ട്, പരനെ നിന്നെ കാൺമാൻ. ഈ പാട്ടുകളൊക്കെ നമ്മൾ ആവേശത്തോടെ പാടും. ഈ പാട്ട് എഴുതിയ പുള്ളി എന്ന് പറഞ്ഞ കൃപയിൽ നിന്ന് തലയും കുത്തി താഴെ പോയ ഒരു അച്ചായൻ എഴുതിയ പാട്ടാണ്. മനസ്സിലായോ? പൊയ്കയിൽ യോഹന്നാച്ചൻ അദ്ദേഹമാണെന്നറിഞ്ഞാൽ ഇനി മേലെ പാടുകയെന്ന് തീരുമാനം പ്രതിഷ്ഠയൊന്നും വേണ്ട, കൃപയിൽ നിന്ന കാലത്ത് എഴുതിയ പാട്ടാണ്. ലോഡ്സൺ അതിവിടെ പാടിയപ്പം ഇവിടെ ഉണ്ടായ ഒരു ആത്മീയ അനുഭവം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. പാട്ടെഴുതിയ പല പുള്ളികളും ഇതേപോലെ കൃപയിൽ നിന്ന് തലയും കുത്തിപ്പോയിട്ടുണ്ട്. എന്നാലും ആ പാട്ടിൻ്റെ ആത്മീയത ഇന്നും അങ്ങനെ നിലനിൽക്കുകയും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന പാട്ടെഴുതിയത് ആരാ? വിദ്വാൻകുട്ടി അച്ഛനാണ്. യൂസ്തുസ് ജോസഫ് എന്ന ദൈവദാസനാണ്. അദ്ദേഹം യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ തീയതി പറഞ്ഞ് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോയൊരു മനുഷ്യനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ കൂട്ടായ്മ തുടങ്ങിയിട്ട് അതവസാനം വേറൊരു മതവിഭാഗമായി മാറിപ്പോയ അങ്ങനെ ഒത്തിരി പാട്ടുകാരെക്കുറിച്ച് പറയാനുണ്ട്, പാട്ടു വിചാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് എഴുതേണ്ടതിന് ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ വ്യാപരിക്കപ്പെട്ട ദൈവശക്തി അത് ഭയങ്കരമാണ്. അത് ഇന്നും നമ്മൾ അനുഭവിക്കുമ്പോൾ പാടുന്നത് കൊണ്ട്, ആ അനുഭവത്തിൽ പാടുന്നത് കൊണ്ട് അതിന് വേറൊരു തരംഗമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും ആ അനുഭവത്തിലാണ് അത് പുറത്തേക്ക് വരുന്നത്, നിർമ്മിത കഥയല്ല. പ്രൈസ് ദി ലോർഡ്. പലതും ഇവിടെ രൂപപ്പെട്ട് വന്നിട്ട് കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. കാരണം അതൊക്കെ നിർമ്മിത കഥകളോ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ ആയതുകൊണ്ട് ഇന്നും നിലകൊള്ളുന്ന മഹത്തായ ഒരു സന്ദേശമാണ് യേശുവിൻ്റെ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അവൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നതും അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നതും നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കിയല്ല, മഹിമ കണ്ട സാക്ഷികളായി തീർന്നതുകൊണ്ട്. യേശുവിൻ്റെ മഹിമയെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കിലുകിലുക്കുന്ന കുന്തങ്ങളുടെ മുമ്പിൽ, വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുടെ വാളുകളുടെ മുമ്പിൽ, പാതയോരങ്ങളുടെ പതിയിരിപ്പുകളുടെ മുൻപിൽ, ആക്രോശങ്ങളുടെയും ആക്രന്ദനങ്ങളുടെയും മുമ്പിൽ അടിയറവ് വയ്ക്കാതെ, എവിടെങ്കിലും കയറി ഓളിക്കാതെ, തൻ്റെ ഇടത്തോടെ മുൻപോട്ട് വീണ് ചാകണ്ട വന്നാലും അങ്ങനെ തന്നെ നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ഒരനുഭവമാകത്തുണ്ടെന്നുള്ളത് കൊണ്ടാണ്. യേശുവും നാമം തമ്മിലുള്ളതായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ തിളക്കമുണ്ടെന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ നിലകൊള്ളുന്നത്. ഹല്ലേലൂയ. സുവിശേഷ വിരോധികൾ ഇനി ഇവിടെ എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലൊന്നും ഒളിച്ചോടാനൊന്നും നമ്മളെ കിട്ടത്തില്ല. കൂടുതൽ വീര്യത്തോടെ നിലകൊള്ളുന്നവരായിരിക്കും. ആ സമർപ്പണമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. UPFൻ്റെ 3 ദിവസത്തെ മഹായോഗം കഴിഞ്ഞ് പോകുമ്പോൾ ആ സമർപ്പണത്തിനൊന്നുകൂടെ ആക്കം വന്നിട്ടേ പോകാവൂ. വീണ്ടും കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, വീണ്ടും കർത്താവിന് വേണ്ടി അരികുരയ്ക്കപ്പെട്ട് പ്രയോജനപ്പെടാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒന്ന്, യേശുവിൻ്റെ ശക്തി.
യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ ആശയക്കുഴപ്പം. ശക്തിയുടെ വല്ലഭത്വം അതിശ്രേഷ്ഠമാണ്. ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങളെ പഠിക്കണം. അവൻ്റെ ശക്തിയും അവൻ്റെ പ്രത്യക്ഷതയും. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ശക്തിയുടെ വല്ലഭത്വത്തെയാണ്, ശക്തിയുടെ പ്രഭാവത്തെയാണ്, ശക്തിയുടെ ഔന്നത്യത്തെയാണ്, ശക്തിയുടെ ഉത്തുംഗ പ്രതാപത്തെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എവിടെയാണിത് തുടങ്ങുന്നത്? 1, 2, 3, 4 ചിന്തകൾ എത്രമാത്രം വ്യാപകമാക്കാമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ താല്പര്യം പോലെ, പ്രാർത്ഥന പോലെ നമുക്കൊരുമിച്ച് ഒന്ന് ചിന്തിച്ചു തുടങ്ങാം. ഒന്നാമത്, ഈ ശക്തി വ്യാപരിക്കപ്പെട്ടത് സൃഷ്ടികർമ്മത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. സമ്മതിക്കുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യസംഖ്യ, ആവർത്തനം വരെയുള്ള മോശയിക ഗ്രന്ഥങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വ്യാപരിക്കപ്പെട്ട ശക്തിയുടെ വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന വ്യാപകത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം ഞാൻ ഒന്ന് വെളിപ്പെടുത്തട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലുടനീളം വ്യാപരിക്കുന്ന ശക്തി സൃഷ്ടി ചെയ്യുവാനുള്ള ശക്തിയാണ്. ദ ക്രിയേഷൻ പവറാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പതിയെ 1, 2 അധ്യായങ്ങളെ ശ്രദ്ധയോടൊന്ന് വായിക്കണം. എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഉപദേശി, ഇനിയും വായിക്കണോ? അതെ, ഇനിയും വായിക്കണം. ഒരു പേന കയ്യിലെടുത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പെൻസിൽ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1, 2 അധ്യായം ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. അതിന് ദ സോങ്സ് ഓഫ് ക്രിയേഷൻ എന്നാണ് വേദപണ്ഡിതാക്കൾ കൊടുക്കുക. 1, 2 അധ്യായങ്ങൾക്ക് ദ സോങ്സ് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ പാട്ടെന്നാണ് അതിനെ വിളിക്കുക. സകലത്തിൻ്റെയും സൃഷ്ടി എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന അനുഗ്രഹിത ചരിത്രം, തെറ്റില്ലാത്ത ചരിത്രം. എങ്ങനെയോ ഉണ്ടായി എന്നൊക്കെ ശാസ്ത്രം ഇവിടെ പഠിപ്പിക്കുമ്പം നമ്മൾ പഠിച്ചത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതുമൊക്കെ എങ്ങനെയോ ഉണ്ടായി എന്നൊക്കെയാണ്. പക്ഷേ എങ്ങനെയോ അല്ല, ഇത് ഉണ്ടാക്കപ്പെട്ടതാണ്, ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കൃത്യമായ രേഖ തരുന്ന അനുഗ്രഹിതമായ വേദ തെളിവാണ് ഉൽപ്പത്തി പുസ്തകം 1, 2 അധ്യായം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയമായിട്ട് അതിനെ കോർത്തിണക്കി പറയാം. ഈ അധ്യായങ്ങളെ ശ്രദ്ധയോടെ വായിച്ചു വരുമ്പോൾ, പേന കയ്യിലുണ്ടാകണേ, ഓക്കെ, ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അങ്ങനെ പൊട്ടുന്ന ചില പദങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയൊന്നും കേട്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 1, 2 അധ്യായം വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ കഥന പൊട്ടുന്ന പോലൊരു ശബ്ദം, ആമിട്ട് പൊട്ടുന്ന പോലൊരു ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം ഇങ്ങനൊന്ന് വട്ടത്തിലാക്കണം. അടിവര ഇട്ടാലും മതി. അടിവര ഉണ്ടെങ്കിൽ ഇനിയും വരയ്ക്കണ്ട, എന്നാലും ഒന്ന് വായിച്ചു നോക്കണം. ഉൽപ്പത്തി 1, 2 അധ്യായത്തിൽ ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, മുളച്ചു വരട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ. ഇതാര് പറയുന്ന? കമ്മിറ്റി പറഞ്ഞല്ല, എക്സിക്യൂട്ടീവ് പറഞ്ഞു ഒന്നുമല്ല. പിന്നെ ആരാ പറഞ്ഞേ? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ശബ്ദമാണത്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? നമ്മുടെ കർത്താവിൻ്റെ വായ് ഉച്ചരിച്ച ശബ്ദമാണത്. ആ ശബ്ദത്തിൽ അടക്കം ചെയ്ത ശക്തിയുടെ സവിശേഷത കൊണ്ട് സകലതും ഉണ്ടായത്. മനസ്സിലാകുന്നുണ്ടോ? വാക്ക് കൽപ്പിച്ചപ്പോൾ അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്ന സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടത് സൃഷ്ടി വൃത്താന്തത്തിൽ, സൃഷ്ടിയുടെ ആ സന്ദർഭത്തിൽ ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയത്. ഹല്ലേലൂയ. ആ പ്രയോഗം ഭയങ്കര അനുഗ്രഹം നമുക്ക് നൽകുന്ന, ആവേശം നൽകുന്നൊരു പ്രയോഗമാണ്. അതെത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അങ്ങനെ അങ്ങോട്ട് എന്ന് അവസാനിപ്പിക്കുന്ന പദങ്ങളെ അങ്ങനെ വാട്ടത്തിൽ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കല്ലേ? ടേ തപ്പിയിരിക്കുകയല്ലേ പലരും. കൺവെൻഷൻ പന്തലിൽ പുസ്തകം വായിക്കുന്നവരെ ശ്രദ്ധിച്ചോണം. വീട്ടിൽ വേദവസം തുറക്കാത്ത ജീവികളാണ് അവർ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ നോക്കിയേക്കാന്ന് വിചാരിച്ച് അവരങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, ഞാനിവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടും പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് ഇപ്പം ഈ ടേ തപ്പി പോകണ്ട, വീട്ടിൽ ചെന്ന് വായിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തെ ഓരോ പദങ്ങളെയും നിങ്ങളൊരു വെള്ള പേപ്പറിലോട്ട് അങ്ങ് എഴുതി വെക്കണം. തുടക്കം മുതൽ ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ എന്ന് പറയുന്ന പദങ്ങളെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കണം. മനസ്സിലായോ? എന്നിട്ട് ആ പേപ്പർ എടുത്ത് നെഞ്ചോട് അടുപ്പിച്ചിട്ട് പറ, കർത്താവേ, അങ്ങ് പറഞ്ഞപ്പോൾ ആ ശക്തിയിൽ അതെല്ലാം ഉളവായെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിരുപാധികം ഞാൻ ഏറ്റെടുക്കുന്നു ഈ ചരിത്രത്താളുകൾ. അവിടുത്തെ വാക്കുകൊണ്ടാണ് സകലത്തും ഉളവായതെങ്കിൽ ഈ പദങ്ങൾ എന്നെ നോക്കിയെന്ന് പറയാമോ? എൻ്റെ വീടിനെ നോക്കിയെന്ന് പറയാമോ? എൻ്റെ സഭയെ നോക്കിയെന്ന് പറയാമോ? എൻ്റെ ദേശത്തെ നോക്കിയെന്ന് പറയാമോ? ഉണ്ടാകത്തില്ലെന്ന് ശത്രു വാദം ഉന്നയിക്കുന്നുണ്ട്. കർത്താവേ, നീ പറഞ്ഞാൽ ഉണ്ടാകുക തന്നെ ചെയ്യും. മാറത്തില്ലെന്ന് ശത്രു അവകാശം പറയുന്നുണ്ട്. പക്ഷേ നീ പറഞ്ഞാൽ വേർപിരിയുക തന്നെ ചെയ്യും. കർത്താവേ, ഈ പദങ്ങൾ എന്നെ നോക്കിയെന്ന് പറ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിക്കട്ടെ. സ്കാനിങ് റിപ്പോർട്ട് വിദഗ്ധന്മാരെ, ഡോക്ടർമാർ പറഞ്ഞു ഉണ്ടാകത്തില്ലെന്ന് തന്നെ. ദത്തെടുക്കല്ലാതെ വേറെ നിർവാഹമില്ലെന്നാണ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്.
പരിശോധിച്ചിട്ട് പറഞ്ഞു കൗണ്ടിങ് കുറവാണ്, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല മോനെ. യൂട്രസിൻ്റെ പ്രശ്നമാണെന്ന് സഹോദരിയെ പരിശോധിച്ചിട്ട് പറഞ്ഞത്. ഉണ്ടാകത്തില്ല. പക്ഷേ ഉണ്ടാകത്തില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയെടുത്ത് ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ഉളവാക്കാൻ കഴിയുന്ന ഒരു ശക്തിയുടെ വ്യാപാരമുണ്ടെന്ന് ഇന്ന് രാത്രി 12 അത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. ചില ശരീരങ്ങളിലേക്ക്, ചില വ്യക്തികളിലേക്ക് അത് വ്യാപരിക്കപ്പെടുമ്പോൾ നാളുകളായി നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ ശക്തിയുടെ വല്ലഭത്വത്തിൽ വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങ്, ആരാധിച്ചു തുടങ്ങ്. ചില ശരീര കലകളിലേക്ക് ശക്തി വ്യാപരിക്കപ്പെടാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശബ്ദത്തിൽ ചിലത് നമ്മെ നോക്കി കർത്താവ് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ലേബൽ അങ്ങ് മാറും. ലേബൽ മാറും എന്നൊക്കെ പറഞ്ഞാൽ എന്തോ മനസ്സിലായി? നമ്മളറിയാതെ തന്നെ നാട്ടുകാർ നമുക്ക് ഇട്ടേക്കുന്ന ചില ലേബലുണ്ട്, അറിയാമോ? ആ ലേബൽ കീറി മാറ്റാൻ നമ്മെ കൊണ്ട് പറ്റത്തില്ല. ഒറ്റ വാക്ക് കൊണ്ടത് മാറ്റാൻ കർത്താവിന് കഴിയും. എങ്ങനെയുണ്ട് സഹോദരൻ? മിടുമിടുക്കന എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇടയ്ക്കൊരു പക്ഷയുണ്ട്. അതിനാ പക്ഷേ മിടുമിടുക്കന, പക്ഷേ കുഞ്ഞുങ്ങളില്ല. അതാണ് ലേബൽ. വിവാഹം കഴിഞ്ഞിട്ട് കുറേ നാളായി, പക്ഷേ കുഞ്ഞുങ്ങൾ, അതാ നാട്ടുകാർ ഒട്ടിച്ചിരിക്കുന്നൊരു ലേബല്. പറിച്ചു കളയാൻ ഒരു ഡോക്ടർക്കും പറ്റത്തില്ല. കുഞ്ഞുങ്ങളില്ലെന്നൊരു ലേബൽ മാറ്റി നിന്റെ കയ്യിലേക്ക് ആരോഗ്യമുള്ള സന്താനങ്ങളെ നൽകിത്തരാൻ കരുത്തുള്ള ഒരു ശക്തിയുടെ വ്യാപാരം അതെൻ്റെ കർത്താവിൻ്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കെ, വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കെ. അപ്പം ഞാൻ കൊള്ളാം, പക്ഷേ ഹാർട്ട് പേഷ്യൻ്റ്, അതാണൊരു ലേബല്. അറിയാമോ? ഹാർട്ട് പേഷ്യൻ്റ് ഒരറ്റാക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറയാം. ആ ലേബൽ മാറ്റാൻ ആരെ കൊണ്ടാ പറ്റുക? സൗഖ്യമാകട്ടെ എന്നൊരൊറ്റ വാക്ക് കൽപ്പിക്കാൻ കരുത്തുള്ള ഒരുവൻ ഇന്ന് രാത്രി 12 വ്യാപരിക്കുന്നുണ്ട്. ഇനി ഒരു ഓപ്പറേഷൻ വേണ്ടാത്ത വിധം നിന്റെ വാൽവിനെ സൗഖ്യമാക്കാൻ, നിന്റെ കിഡ്നിയെ സൗഖ്യമാക്കാൻ, ഇനി ഒരു ഡയാലിസിസ് വേണ്ടാത്ത വിധം നിന്നെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുടെ വല്ലഭത്വമുണ്ട്. അതിനൊരൊറ്റ വാക്ക് മതി, എന്നൊരൊറ്റ വാക്ക് മതി. അങ്ങനെ വിവിധ രാജ്യങ്ങൾ പോയി അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ മുതലാളിക്ക് വിട്ടുകൊടുത്തിട്ട് ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കൊടുത്തത് മതിയാക്കുന്നേ. എന്നിട്ട് ഇന്ന് രാത്രി വിശ്വസിക്ക്, പെന്തക്കോസ് എന്ന് പറയുന്നത് അടിപ്പിണരുകളിലുള്ള സൗഖ്യത്തിന്റെ വ്യാപാരം. അവൻ ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ഈ 12 സൗഖ്യം വ്യാപരിക്കും. ഞങ്ങളാരും ഇറങ്ങി വന്ന് തൊടുവൊന്നും വേണ്ട, നിങ്ങളുടെ ശരീരത്തിലേക്ക് തൊടുവൊന്നും വേണ്ട. പെന്തക്കോസിന്റെ ശക്തിയെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കാൻ മനസ്സായാൽ മതി. ഒറ്റ വാക്ക് കർത്താവ് കൽപ്പിക്കുന്നു, സൗഖ്യമാകട്ടെ, ശാന്തമായി പോകട്ടെ, വീട്ടിലേക്ക് കിടക്കിയെടുത്ത് പോക. ഹല്ലേലൂയ. ആ സഹോദരി ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ ഒക്കെ മുഖ്യധാര പ്രവർത്തകയാണ്. മിടുക്കിയ, പ്രസംഗിക്കാൻ അവസരമൊക്കെ കൊടുത്ത മിടുമിടുക്കിയ. പക്ഷേ പക്ഷേ ലേബലാ പിന്നെ വെളിപ്പെടാൻ പോകുന്നത്. പക്ഷേ യൂട്ടസിന് ഫൈബ്രോയിഡാണ്, കരളിന് വീക്കമാണ്. അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നടക്കുക. ആ ഹോസ്പിറ്റലിൽ നിംസ്, കിംസ്, മിംസ്, പിന്നെന്തോ ഉള്ള എനിക്കറിയത്തില്ലല്ലോ ഒന്നും, സുലീബ മെഡിസിറ്റി, അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നടക്കുക. ലക്ഷങ്ങളെ ജലവായി. മനസ്സിലായില്ലേ? കൊച്ചുങ്ങൾ വിദേശത്ത്, അവിടെ ഇവിടെ എല്ലാം ചേക്കേറി അവരധ്വാനിച്ച് കിട്ടിയ കാശ് മുഴുവനും ഇങ്ങനെയുള്ള ചില ഇടപാടുകളിലേക്ക് മാറുമ്പം നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. വാക്കിൽ ശക്തിയുള്ളൊരു പ്രവാചകനുണ്ട് നമുക്ക്. വാക്കിൽ ശക്തിയുള്ള രക്ഷകനുണ്ട്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടി ചെയ്യുന്ന കർത്താവ് ഇടിച്ചു പൊടിച്ചു കുഴച്ച് പരുവമാക്കി ഉണ്ടാക്കിയതല്ല, പകരം ഒരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോഴ ഉളവായത്. അങ്ങനെയാണെങ്കിൽ ആ ഉളവാക്കൽ പ്രക്രിയ തന്നെയല്ലേ പുതിയ നിയമത്തിൻ്റെ ആരംഭ പുസ്തകങ്ങൾ കാണുന്നത്? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലൊക്കെ യേശു കൽപ്പിക്കുന്നത്, ബാലെ എഴുന്നേൽക്ക, ഫലിത ഭൂമി തുറന്നു വരിക, വീട്ടിൽ പോക. പിറവിയിലെ കുരുടൻ, അതാണ് അവൻ്റെ ലേബല്. ഗർഭം മുതൽ മുടന്തൻ, അതാണ് അവൻ്റെ ലേബല്. ഇത് മാറ്റാൻ കഴിയുന്നത് കർത്താവിന് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ ലേബല് മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി വേറൊരു കാര്യം കൂടെ പറയാൻ ദൈവാത്മാവെന്നെ നിയോഗിക്കുന്നു. അതെന്തോന്നറിയാമോ? ചിലരെക്കുറിച്ച് പറഞ്ഞു, അയ്യോ നല്ല മിടുക്കല, കർത്താവിന് വേണ്ടി ഭയങ്കര പ്രവൃത്തിയാണ്, അയ്യോ എന്നെ സമർപ്പണമാണെന്നറിയാമോ? പക്ഷേ വാടകയ്ക്ക് താമസിക്കുക ഒത്തിരി കാലമായി. വാടകയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം മാറി സ്വന്തമായിട്ട് ഇന്ന് വരെ വീടായില്ല, പറമ്പായില്ല, ചവിട്ടി നിൽക്കാൻ സ്വന്തം തണ്ടപ്പേരിൽ തീറാധാരം എഴുതി കിട്ടിയ ഭൂമി കിട്ടിയിട്ടില്ല. ഇങ്ങനെ വാടകയ്ക്ക് മാറി. അപ്പം നമ്മുടെ ലേബല് വാടകക്കാരനെന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മാറ്റാൻ കർത്താവിന് കഴിയുമെന്ന്? ഒറ്റ വാക്ക് കേൾപ്പിച്ചാൽ മതി.
അതിനെ ഞാൻ പറഞ്ഞു, 31-2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഠേ 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 എന്ന് അവസാനിപ്പിക്കുന്ന പദങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവശക്തി വെളിപ്പെട്ടിട്ട് നിന്റെ കാര്യത്തിന് മേലൊരു തീർപ്പുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. നീ തീർന്നുപോയി, ഇനി ഇല്ല, ഇനി എഴുന്നേക്കത്തില്ല, ഇനി അവൻ പാടത്തില്ല, ഇനി ശുശ്രൂഷിക്കത്തില്ല, ഒരു ദുർവ്യാധി പിടിച്ച് അവൻ കിടപ്പിലായി പോയി, അവൻ്റെ എല്ലാം ഒടിഞ്ഞുപോയി, അവൻ കട്ടിലെ നിറങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞവരുടെ മുൻപിലൂടെയാണ് ഉപ്പൂറ്റി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതെങ്കിൽ, നാട്ടല് വളയാതെ നിർത്തിയിരിക്കുന്നതെങ്കിൽ, ഈ പറയപ്പെട്ട വാഗ്ദത്തങ്ങളെ നിവർത്തിയാക്കി നിന്റെ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്ത കാര്യം അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. ഉൽപ്പത്തി പുസ്തകം ഞാൻ വിടുകയാ. സൃഷ്ടിപ്പിൽ വ്യാപരിക്കപ്പെട്ട ദൈവശക്തി, ഹല്ലേലൂയ, അവന്റെ ശക്തി. പുറപ്പാട് പുസ്തകത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്നറിയോ? വീണ്ടെടുപ്പിന്റെ ശക്തിയാണ്. അതീശത്വങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന ദൈവശക്തി. 430 വർഷമായി അതീശത്വം അനുഭവിക്കുക. ഫറവോന്യാധികാരം, ഫറവോന്യാടിമത്വം, ഫറവോന്യാന്ധകാര വ്യാപാരം, മനസ്സിലാകുന്നുണ്ടോ? അത് അനുഭവിക്കുകയാണ് ഇസ്രായേൽ ജനത. സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം ഊഴി വിചാരകന്മാരുടെ അടിമ പണി ചെയ്ത് അവരുടെ ഭയാനകമായ കൊടിയ പീഡനങ്ങൾ, നരാധമമായിരിക്കുന്ന ചില ശിക്ഷണ നടപടികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രക്ഷയില്ലാത്ത വിധം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ചെയ്യുന്ന ജോലിക്ക് അർഹമായി കൂലി കിട്ടാതെ വല്ലാതെ വ്യഥ അനുഭവിക്കുകയാണ്. പക്ഷേ ആ അതീശത്വത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വ്യാപരിക്കപ്പെട്ട ഒരു ശക്തി ഒറ്റ രാത്രി കൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരാനിടയായി തീർന്നു. വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില ദുഷ്ടശാക്തികളുണ്ട്, അറിയാമോ? 4ാം തലമുറ മടങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ നിർണയമാണ്. പക്ഷെ 4ാം തലമുറ വളർന്ന് പാകമായി പുറപ്പാടിനുള്ള സജ്ജമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടും വിടത്തില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടശക്തി, അതാണ് ഫറവോന്യ വ്യാപാരം. അതിനെ കല്ലുപോലെ വെള്ളത്തിൽ താഴ്ത്തിയിട്ട് തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരേണ്ടതിന് വ്യാപരിക്കപ്പെട്ട ഒരു ദൈവശക്തി ഉണ്ട്. അത് മല്ലപ്പള്ളിയിൽ വ്യാപരിക്കുന്നുണ്ട്, മങ്കുഴിപ്പടിയിൽ വ്യാപരിക്കുന്നുണ്ട്, UPF-ന്റെ അതിർത്തിക്കകത്തത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. വിടത്തിലെ കുടുംബങ്ങൾ, ഈ മണ്ണ് എൻ്റേതാണ്, ഈ കുടുംബം എൻ്റേതാ, ഈ വ്യക്തികൾ എൻ്റേതാണ്, ഇവിടെ നിന്ന് വിട്ടുതരത്തില്ല. പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ ആകപ്പാടെ വാട്ടം ചുറ്റി നിന്ന് പോരാടുമ്പോൾ ആ കെട്ടുകളെ പൊട്ടിച്ച് ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ അവർക്കൊരു പുറപ്പാട് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തിയുടെ വ്യാപാരം, പുറപ്പാടിൽ വ്യാപരിച്ചതിന്റെ തനിയാവർത്തനം ഇവിടെ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കഴിയുന്നവരെ കർത്താവിനെ സ്തുതിക്കട്ടെ. പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ കുഞ്ഞു വാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാനാവാത്ത വിധമുള്ള ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും, ക്രൈസ്തവീകതയുടെ ഒരു വല്ലാത്ത ഭാവപകർച്ചയുള്ള ചില ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട് ഇതാ ശരിയെന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ, അവിടെ തന്നെ നിർത്താൻ പിശാചൊരുക്കുന്ന ചില തന്ത്രങ്ങളെ പൊട്ടിച്ചിട്ട് ചില കുടുംബങ്ങളെ കർത്താവ് പുറത്ത് കൊണ്ടുവരും. കയറിയിറങ്ങി വീടുകൾ കയറിയിറങ്ങി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചതും അവകാശം പറഞ്ഞതും ട്രാക്ട് വിതരണം ചെയ്തതും കവലകളിൽ പൊടിക്കാറ്റടിച്ച് മഴ നനഞ്ഞ് വെയിലുകൊണ്ട് മഞ്ഞുകൊണ്ട് നിന്ന് നടത്തിയ യോഗങ്ങളൊന്നും വ്യർത്ഥമാകത്തില്ല. പ്രാർത്ഥനാമുറിൽ ഒരുക്കിയ കണ്ണീർ കണങ്ങൾ, നടന്ന് ഒഴുക്കിയ വിയർപ്പ് കണികകൾ കുടുംബങ്ങളെ നേടാൻ വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, ചിലരെ കർത്താവ് പുറപ്പെടുവിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? 400 വർഷം അടിമത്വത്തിൽ കഴിഞ്ഞിരുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, അടിമകളായിരുന്നവരുടെ ചെളി ചവിട്ടി കുഴഞ്ഞ് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നിട്ട് പറയുക, ചെരുപ്പിട്ടോളാൻ. പ്രൈസ് ദി ലോർഡ്. കയ്യിൽ വടി പിടിച്ചു, അരമുറുക്കിക്കോ. സ്വത്രം. 400 വർഷമായിട്ട് അരമുറുക്കേണ്ട കാര്യം വന്നിട്ടില്ല, ചെരുപ്പിടേണ്ട കാര്യം വന്നിട്ടില്ല. കാരണം ചെളി ചവിട്ടാൻ എന്തിനാ? ഷൂസും സോക്സും ഇട്ടുകൊണ്ട് ചെളി ചവിട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം 400 വർഷമായി വേണ്ടാത്ത ഒരു സാധനമാണ് ഏത്? നേരം വെളുത്തു കഴിഞ്ഞാൽ ഉടനെ ചെളിക്കണ്ടത്തിലേക്ക് ഇറങ്ങി ചവിട്ടി കുഴച്ച മണ്ണ് വാരിക്കൊണ്ട് എന്ന് ഇഷ്ടി അറുക്കുന്നു, അത് എണ്ണം തികയ്ക്കുന്നു, അതിനു വേണ്ടിയുള്ളതായ അസംസ്കൃത പദാർത്ഥങ്ങൾ തെരഞ്ഞ് അവിടെ ഇവിടെ നടക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ചെരുപ്പ് വേണ്ട. പക്ഷേ ആ ജനത്തോട് അഭിഷക്തം എന്ന് പറയുക, ചെരുപ്പിട്ടോളാൻ. ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചിലരോട് ചെരുപ്പിട്ടോളാൻ എന്ന് പറഞ്ഞാൽ നീ നിന്ന താട്ടകത്തിൽ നിനക്കൊരു പുറപ്പാട് സാധ്യമാകാൻ പോവുകയാണ്. ഇതുവരെ നിന്നെ കേട്ടി വരിഞ്ഞ് മുറുക്കി വെച്ചിരുന്ന ഇടത്തുനിന്ന് നീ പുറത്തു വരാൻ പോവുകയാണ്. ഇതുവരെ നിനക്ക് സുവിശേഷീകരണത്തിൻ്റെ ചെരുപ്പ് വേണ്ടത് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറയുന്ന ആഴമേറിയ ആശയങ്ങളുടെ അവസ്ഥ മനസ്സിലായിട്ടുള്ളവർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലരെ കർത്താവ് ഇറക്കിക്കൊണ്ടുവരുമെന്ന് UPF തിങ്കളാഴ്ച തോറും പിന്നെ ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഫലമാകാൻ പോകുക.
തോപ്പിൽ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നടത്തപ്പെടുന്ന ഈ മഹായോഗങ്ങളുടെ വിളവെടുപ്പ് വെളി നടക്കും. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ഒരു വലിയ വിളവെടുപ്പുണ്ട്. കാരണം ദൈവം ചിലർക്ക് ചെരുപ്പിടാൻ പോവുക, ദൈവം ചിലരുടെ നടുക്കെട്ട് അരക്കെട്ട് കെട്ടാൻ പോവുക, അവരെ ഇറക്കിക്കൊണ്ട് വരാൻ പോവുക. അടച്ചു വച്ചിരിക്കുന്ന ചില ഇടത്തു നിന്ന് ദൈവം അവരെ പുറത്ത് കൊണ്ടുവരും. വിശ്വാസത്തോടെ അതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? അതാണ് പുറപ്പാടിൽ വ്യാപരിച്ച ദൈവശക്തി. ആ വ്യാപരിച്ച ദൈവശക്തിയുടെ തനിയാവർത്തനം ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതീശത്വ ശക്തികൾ ഉടഞ്ഞു മാറിയും, മനസ്സിലാകുന്നുണ്ടോ? ആധിപത്യ വ്യവസ്ഥിതികൾ തകർന്ന് തരിപ്പണമായിട്ട് ആത്മീയ അനുഭവങ്ങളിലേക്ക് ജീവിതങ്ങൾ മാർച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സത്യം അറിയാം, പക്ഷേ ആ സത്യത്തെ അങ്ങോട്ട് ഇറുകെ പുണരാൻ പറ്റാതെ അടച്ചു വച്ചിരിക്കുന്ന ചില ആധിപത്യ വ്യവസ്ഥിതികളെ കർത്താവ് മാറ്റിയിട്ട് വഴി വിശാലമാക്കി ചിലരെ പുറത്തു കൊണ്ടുവരും. അതാണ് പുറപ്പാടിൽ വ്യാപരിച്ച ദൈവശക്തി. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. മോശയെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, നീ പോണം മിസ്രൈമിൽ. മോശ പറഞ്ഞു, ഞാൻ പോകത്തില്ല. ഉയർന്നു വരുന്ന തീജ്വാലയ്ക്കകത്തുനിന്നുള്ള ശബ്ദം, നീ പോയേ പറ്റൂ. ഇല്ല, ഞാൻ പോകില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് വാദപ്രതിവാദമായി. ഒടുവിൽ മോശ ചോദിക്കുന്നൊരു ചോദ്യം, വാട്ട് ഈസ് യുവർ നെയിം? എന്താ നിന്റെ പേര്? അതെന്നാ ധൈര്യം എന്ന് ചോദിച്ചു. എന്താ നിന്റെ പേര്? തീച്ചുളയിലേക്ക് ഉയർന്നു വരുന്ന തീജ്വാലയെ നോക്കിക്കൊണ്ട് ചോദിക്കും, വാട്ട് ഈസ് യുവർ നെയിം? അകത്തുനിന്ന് എൻ്റെ പേര് ചോദിക്കുന്നു. കൊള്ളാം, നീ ആൾ മിടുക്കം തന്നെ. എന്നാലും ചോദിച്ചല്ലേ, പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് പേര് പറയുന്നുണ്ട്. ആ പേരിൻ്റെ പരിജ്ഞാനമാണ് പോകത്തില്ലെന്ന് പറഞ്ഞ മോശ പോകാമെന്ന് സമ്മതിക്കുന്നത്. അപ്പോൾ ആ പേരിനകത്ത് എന്തോ ഉണ്ട്, മനസ്സിലായോ? ആ പേര് വേറെ ആരുടെയും പേരല്ല, നമ്മുടെ കർത്താവിൻ്റെ പേര് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ തീജ്വാലയിൽ നിന്ന് മുഴങ്ങിക്കെട്ട ശബ്ദം മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റിതര ഭാഷയിലൊന്നുമല്ല, ശുദ്ധമായ എബ്രായ ഭാഷയാണ്. എബ്രായ ഭാഷ ആഴത്തിൽ അറിയാൻ കഴിയും. 40 കൊല്ലം രാജകുമാരനായി പഠിച്ചിറങ്ങി പുറത്തു വന്നവന് ഭാഷ പരിജ്ഞാനമുണ്ട്. സകല കലകളിലും നിപുണതയുള്ളവനായിരുന്നു ഈ രാജകുമാരൻ. അപ്പോൾ അവനോട് സംസാരിച്ചത് ശുദ്ധമായ സംശുദ്ധമായ എബ്രായ ഭാഷയിലാണ്. 3 പദങ്ങൾ ഒരുമിച്ച് ചേർത്ത ഒറ്റ വാചകം, അതാണ് ദൈവം മോശയോട് സംസാരിച്ചത്. മനസ്സിലായോ? ആ പദം ഒന്ന് പറഞ്ഞു നോക്കേ. എബ്രായ പ്രയോഗമാണ്. അതിലെ എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരം, അഷേർ എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരം, വീണ്ടും അതിൻ്റെ ആദ്യാക്ഷരം. ഈ 3 അക്ഷരങ്ങൾ എബ്രായ ഭാഷയിൽ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഒരു ഒറ്റ നാമമുണ്ട്, യാഹ്വേ. പ്രൈസ് ദി ലോർഡ്. യാഹ്വേയുടെ മലയാളമാണ് യാഹ്, അതിൻ്റെ പൊതുനാമമാണ് യഹോവ. അപ്പം എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയാകുന്നു, ഞാനാകുന്നവൻ. ബാക്കി പറ, ഞാനാകുന്നു. അതാണ് അതിൻ്റെ മലയാളം. ഐ ആം ദാറ്റ് ഐ ആം. ആ ഐ ആം ദാറ്റ് ഐ ആം എന്ന് പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് സംസാരിച്ചത് വേറെ ആരുമല്ല. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ വാതിലാണ്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ 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 എന്ന് ഉറക്ക പ്രഖ്യാപനം ചെയ്ത നമ്മുടെ കർത്താവ് തന്നെയാണ് മോശയോട് സംസാരിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ അവിടെ മോശ ഏറ്റുകൊള്ളുന്നൊരു പരിജ്ഞാനം എന്താണെന്നറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പോൾ യഹോവയാണ് തന്നോട് സംസാരിക്കുന്നത്. എബ്രായ ഭാഷയിൽ യഹോവ എന്ന നാമത്തിൻ്റെ പരിജ്ഞാനം മോശ ഒന്ന് ചികഞ്ഞ് അന്വേഷിച്ചപ്പം പോകത്തില്ലെന്ന് വാശി പിടിച്ചവൻ പറയാം, ഞാൻ പോകാം. അങ്ങനെയാണെങ്കിൽ യഹോവ എന്ന നാമത്തിനകത്ത് എന്തോ ഒരു അർത്ഥത്തിൻ്റെ ആഴമില്ലേ? എന്താ എൻ്റെ അർത്ഥമെന്നറിയാമോ? പഠിക്കണം. യഹോവ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ശൈലമായി, എൻ്റെ കോട്ട, എൻ്റെ പരിചയം, എൻ്റെ സങ്കേതം, എൻ്റെ ദുർഗമ, എൻ്റെ അഭയസ്ഥാനം. യഹോവ ചേർത്ത് എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം. യഹോവ മറക്കാത്തവനാണ്, യഹോവ മാറാത്തവനാണ്, യഹോവ മുടക്കാത്തവനാണ്, യഹോവ മറയ്ക്കുന്നവന് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചിന്തകളുണ്ട് നമുക്കറിയാം. പക്ഷേ യഹോവ എന്ന നാമത്തിൻ്റെ അർത്ഥം അറിയണം. എന്താ യഹോവ എന്ന നാമത്തിൻ്റെ അർത്ഥം? 3 അർത്ഥങ്ങളാണ് യഹോവ എന്ന നാമത്തിനുള്ളത്. ആ 3 അർത്ഥങ്ങളെ ാരിലേക്ക് അങ്ങോട്ട് ഏറ്റെടുക്കുമ്പോഴാണ് കർത്താവിനെ അങ്ങനെ കൊണ്ട് നമ്പി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്താ യഹോവ എന്ന വാക്കിൻ്റെ 1ാമത്തെ അർത്ഥമെന്നറിയാമോ? ഇന്നലെ ആയിരുന്നവൻ. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ എല്ലാവരും. ഇന്നലെ നമ്മോടുകൂടെ ആയിരുന്നവൻ. ഇന്നലെ നമ്മൾ ഒറ്റയ്ക്കല്ലായിരുന്നു വെച്ചാൽ, ഇന്നലെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒഴുകിപ്പോയേനെ. കൊറോണ തിന്ന് തീർത്തേനെ നമ്മളെ. അപകടങ്ങൾ നമ്മൾ ചതഞ്ഞരഞ്ഞ് റോഡിലായി പോയേനെ. ഇന്നലെ നമ്മോടുകൂടെ ഒരുവൻ ഉണ്ടായിരുന്നു.
ഡ്രൈവിങ്ങിൻ്റെ വൈദഗ്ധ്യം കൊണ്ട് രക്ഷപ്പെട്ട് വന്നതല്ല, റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നതുകൊണ്ട് രക്ഷപ്പെട്ടതല്ല, സാനിറ്റൈസറിൻ്റെ വീര്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, മുഖപടം അണിഞ്ഞ് നടന്നതുകൊണ്ട് കൊറോണ പിടിക്കാതിരുന്നതല്ല, കണ്ടോ, സമ്പർക്ക വിലക്ക് അനുസരിച്ച് വീട്ടിൽ തന്നെ ഒതുങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടതല്ല. ഇന്നലെ നമ്മോടുകൂടെ ഒരുവൻ ഉണ്ടായിരുന്നെന്ന്, ഇന്നലെ ഒരുവൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഇന്നലെ നമ്മോടുകൂടെ ഇരുന്നവൻ, രണ്ടാമത്തെ അർത്ഥം ഇന്ന് എന്നോടുകൂടെ ഇരിക്കുന്നവൻ. കണ്ടോ, എന്നോടുകൂടെ ഇന്നായിരിക്കുന്നവൻ എന്നുള്ളത്. ഇന്നത്തെ പകലിൻ്റെ മുഴുവൻ തിരക്കിലും എന്നോടുകൂടെ ഒരുവൻ ഉണ്ടായിരുന്നു. ഇപ്പോഴീ പന്തലിരിക്കുമ്പോഴും എന്നോടുകൂടെ ഒരുവനുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ആ ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? അപ്പം ഇന്നലെ എന്നോടുകൂടെ ഇരുന്നവൻ, ഇന്ന് എന്നോടുകൂടെ ഇരിക്കുന്നവൻ, ഇത് രണ്ടും ശരിയാണെങ്കിൽ നാളെ എന്നോടുകൂടെ ആകുന്നവൻ, അതാണ് യഹോവ, അതാണ് യഹോവ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? നാളെയുടെ ഭയാനകത എന്താണെന്നറിയില്ല, നാളെയുടെ വേർപാട് ആർക്കാണെന്നറിയില്ല, നമ്മളോട് ഇഴയെടുപ്പമുള്ള ആരാ നാളെ നമ്മെ വിട്ടുപോകുക എന്നറിയില്ല, നാളെ സംഭവിക്കുന്ന എന്താ നമുക്കറിയില്ല. അറിയായ്മയുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അറിവിൻ്റെ ഒരു തിളക്കമുണ്ട്. നാളെ ഒരുവൻ എന്നോടുകൂടെ ഉണ്ട്, എൻ്റെ കൈ പിടിക്കാൻ ഒരുവനുണ്ട്, എന്നെ ചേർത്ത് നിർത്താൻ ഒരുവനുണ്ട്, എന്നെ വഹിക്കാൻ, സഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ ഒരുവൻ എന്നോടുകൂടെ ഉണ്ട്. നാളെ ആ ബോധ്യമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതാണ് യഹോവ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ പരിജ്ഞാനമാകത്തുള്ളവർക്ക് കർത്താവിൻ്റെ ദൗത്യവുമായി മുൻപോട്ട് പോവുക. മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ആ ശത്രുവിൻ്റെ മുഖത്ത് നോക്കി വഴിമാറെന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാനാകുന്നവൻ, ആ ഞാൻ തന്നെയാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ ചിന്ത പറയാം. ഗദ്സമനത്തോട്ടത്തിൽ വാളും വടിയും കുന്തവും പന്തവുമായി പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ ചേവകർ വരുന്നുണ്ട്. ചേവകർ എന്ന് പറഞ്ഞാൽ ആലയം വക പോലീസാണ്. അറിയാമോ? ആലയത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക സെക്യൂരിറ്റി വിഭാഗത്തെയാണ് ചേവകർ എന്ന് പറയുക. അവരാണ് കൊട്ടേഷൻ ടീമായിട്ട് വന്നിരിക്കുന്നത്. ഹെരോദാവും പിന്നെ മഹാപുരോഹിതന്മാരെല്ലാവരും കൂടെ, പീലാത്തോസ് അടക്കമുള്ളവർ വിട്ടത് ഈ ചേവകരെയാണ്. അവരാണ് വലിയ മാരകായുധങ്ങളുമായി യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വന്നത്. പച്ചമണ്ണിൽ നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിച്ചവൻ എഴുന്നേറ്റ് ഉപ്പുറ്റി ഉറപ്പിച്ച് നിൽക്കുന്ന മാത്രയിൽ അവർ ഉയർത്തിപ്പിടിച്ച പന്തത്തിൻ്റെ വെട്ടത്തിലേക്ക് കയറി നിന്നുകൊണ്ട് അവരോടൊരു ചോദ്യം ചോദിച്ചു, ആരെ തിരയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. അപ്പോൾ യേശു ആ ചോദ്യം ചോദിക്കുന്നത് അവർക്ക് മനസ്സിലായില്ല. ഞങ്ങൾ യേശുവിനെ തിരയുന്നു. യേശു പറഞ്ഞു, അത് ഞാൻ തന്നെ. നിങ്ങൾ തിരയുന്ന യേശു ഞാൻ തന്നെ. എന്തോ സംഭവിച്ചെന്ന് പറ ഉടനെ. UPF പറഞ്ഞ് എന്തോ പറഞ്ഞു, എന്തോ സംഭവിച്ചു? യോഹന്നാൻ സുവിശേഷം 18:6 വായിക്കണം. ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? യോഹന്നാൻ 18:6 പറയുന്നു, ഞാൻ തന്നെ എന്ന് അവൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ആ മഹത്വം. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? തൻ്റെ വാക്കിൽ വെളിപ്പെടുന്ന ശക്തി ഉണ്ടല്ലോ, അത് ശത്രുവിനെ നിഷ്പ്രഭമാക്കുന്ന ശക്തിയാണ്. നമ്മെ മുൻപോട്ട് വിടത്തില്ലെന്ന്, നിന്നെ പിടിച്ച് കൂച്ചുവിലങ്ങിടുമെന്നൊക്കെ പറഞ്ഞ് പാഞ്ഞെടുക്കുന്ന ദുഷ്ടശാത്രുവിനെ തകർത്ത് അടിമത്വത്തെയും ആധിപത്യ വ്യവസ്ഥിതിയും തകർത്തുകൊണ്ട് നമ്മെ സ്വതന്ത്രമാക്കുന്നൊരു ശക്തിയാണ് കർത്താവിൽ വ്യാപരിക്കാൻ കഴിയുന്നത്. അതാണ് വിടുവിക്കുന്ന ശക്തി. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ശക്തിയുടെ വ്യാപാരമാണ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ പോകുന്ന വഴിയിൽ, കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക്, പ്രവർത്തന മേഖലകളിലേക്ക്, വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് കൂടുന്ന ഈ സംഗമത്തിൽ ആ ശക്തിയെ വ്യാപരിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പ്രവർത്തന മേഖലകളും അത് ശക്തമായി വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. പുറപ്പാട് പുസ്തകം കഴിഞ്ഞതേ ഉള്ളൂ. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധീകരിക്കുന്ന ശക്തിയാണത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും ആരാകണം? വിശുദ്ധീകരിക്കുന്നൊരു ശക്തിയാണ് ലേവ്യ പുസ്തകത്തിൽ. അവിടെ നിൽക്കാൻ എനിക്ക് നേരമില്ല, മുൻപോട്ട് പോകട്ടെ. ലേവ്യ പുസ്തകത്തിൽ വിശുദ്ധീകരിക്കുന്ന ശക്തിയാണെങ്കിൽ, വിശുദ്ധീകരണം എന്നൊക്കെ പറയുന്നത് ലേവ്യ പുസ്തകത്തിൻ്റെ ഗംഭീര ഉപദേശം അറിയാമോ? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും. ലേവ്യ പുസ്തകം അടക്കമുള്ള പഴയ നിയമ പ്രമാണങ്ങളിൽ നിന്ന് പരിച്ഛേദന വേണ്ട, പൗരോഹിത്യം വേണ്ട, യാഗങ്ങൾ വേണ്ട, യോഗങ്ങൾ വേണ്ട, അർപ്പണങ്ങൾ വേണ്ട, തർപ്പണങ്ങൾ വേണ്ട, ആടിനെ ആട്ടുകൊറ്റനെ യാഗമർപ്പിക്കേണ്ട, കാളക്കുറ്റനെ യാഗമർപ്പിക്കേണ്ട, കുറുമ്പ്രാവിനെ യാഗമർപ്പിക്കേണ്ട, ഭോജന നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കേണ്ട, അതൊക്കെ കാലഹരണപ്പെട്ടുപോയി. ആ യാഗങ്ങൾക്കെല്ലാം കൂടെ അറുതി വരുത്തിക്കൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ ഏകയാഗം. അതുകൊണ്ട് ഇനി അതിൻ്റെ പുറകെ പോകേണ്ടതില്ല. മനസ്സിലായോ? പക്ഷേ ലേവ്യ പുസ്തകം 18-ാം അധ്യായം മുതൽ ഇങ്ങോട്ടുള്ളതായിരിക്കുന്ന മുഴുവൻ അധ്യായങ്ങളിലെയും വ്യവസ്ഥകൾ, ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ലേവ്യ പുസ്തകം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യാഗയോഗങ്ങളെക്കുറിച്ചുള്ള നിയമവ്യവസ്ഥിതികൾ അത് നമുക്ക് ബാധകമാകുന്ന കാര്യമല്ല, അത് യഹൂദ മതത്തിന് വേണ്ടുന്നത്. പക്ഷെ 18 മുതൽ 27 വരെയുള്ള കാര്യങ്ങൾ ദൈവസഭയ്ക്കും കൂടെ ബാധകമാകുന്ന അനുഗ്രഹിത ഉപദേശ സംഹിതകൾ. 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അധ്യായങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യഹോവയാകുന്നു.
17 വരെ അത് കാണുന്നതേ ഇല്ല. 18 മുതലാണ് പറയുന്നത്, നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈമിലെ നടപ്പ് പോലെ നടക്കരുത്, നിങ്ങൾ പാർക്കാൻ പോകുന്ന കനാനിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധര. അങ്ങനെ പ്രധാനപ്പെട്ട നിയമസംഹിതകളെല്ലാം പറഞ്ഞിട്ട് അടിയിൽ കയ്യൊപ്പിട്ടതുപോലെ പറയുക, ഞാൻ യഹോവയാകുന്നു. ആ നിയമങ്ങളെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. 18 മുതൽ ഇങ്ങോട്ടുള്ളതായിരിക്കുന്ന സകല നിയമസംഹിതകളും നമുക്കും കൂടെ ബാധകമാകുന്നതാണ്. പത്രോസ് ലേഖനത്തിൽ 1:15 നമുക്ക് കാണാൻ കഴിയുന്നു, ഞാൻ യഹോവയാ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും എല്ലാ നടപ്പിലും എന്തോ ആകണം, വിശുദ്ധരാ. അപ്പോൾ പഴയ നിയമം നിലച്ചു പോയതാ, പോയത്, അത് വേണ്ടെന്നൊക്കെ വാദിക്കുന്ന ചില ആളുകളുണ്ട്. ലേവ്യ പുസ്തകം 18 മുതൽ ഇങ്ങോട്ടുള്ളതായിരിക്കുന്ന മുഴുവൻ അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ ഉപദേശത്തെ നിരുപാധികം ഏറ്റെടുക്കണം. അതാണ് പെന്തക്കോസ്തിന്റെ തനിമ എന്ന് പറയുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പം ലേവ്യ പുസ്തകത്തിൽ ശുദ്ധീകരിക്കുന്ന ശക്തിയുടെ വ്യാപാരത്തെ കാണുക. സംഖ്യാപുസ്തകത്തിൽ എന്താണെന്നറിയാമോ? പരിപാലനത്തിന്റെ ശക്തിയോ, പരിപാലനത്തിന്റെ ശക്തി. ഒന്നുമില്ലാതെ വാടി തളർന്ന് കരിഞ്ഞുണങ്ങി ഇസ്രായേൽ ജനത വിശന്ന് ദാഹിച്ചിരിക്കുമ്പോൾ അത്ഭുതകരമായി, വിസ്മയാവഹമായി അവർക്ക് വേണ്ടതെല്ലാം പരിപാലിച്ചു കൊടുക്കുന്ന, വിളമ്പിക്കൊടുക്കുന്ന, അവർക്ക് വിതറിക്കൊടുക്കുന്ന ഒരു ദൈവശക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് ഇറങ്ങിയിട്ട് ഇല്ലാതെയായിപ്പോയി, വല്ലാതെയായിപ്പോയി, അന്യം വന്നുപോയി എന്നൊന്നും ആരും നിലവിളിക്കേണ്ടി വരികയില്ല. ജയോത്സവമായി നിന്നെ നടത്തുന്നൊരു ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. ഞാൻ സമൃദ്ധിയുടെ സുവിശേഷമല്ല പറയുന്നത്, നമ്മെ മരുഭൂമിയിൽ മേശൂരിക്ക് നടത്താൻ കഴിയുന്നൊരു കർത്താവാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ബോധ്യമായവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. വാടകക്കാരനായിരിക്കാം, രോഗിയായിരിക്കാം, മറ്റു തര പ്രതിസന്ധികൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവയെ പാടെ മാറ്റിയിട്ട് ഇവിടെ വെച്ച് തന്നെ നിന്നെ മാനിക്കുന്നൊരു ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ എത്രമാത്രം സ്തുതിക്കും. നമ്മൾ ചിന്തിക്കുന്ന എല്ലാം അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ കിട്ടുമെന്ന്. അങ്ങേ കരയിൽ നമുക്ക് കുറേ ഉണ്ട്, വിസ്മയാവഹമായ കുറേ പ്രതിഫലങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഇവിടെ നമ്മെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇവിടെ നീ നിന്ദിക്കപ്പെട്ടു, ആക്ഷേപിക്കപ്പെട്ടു, ഒഴിവാക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു, കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ, വീട്ടുകാരുടെ, നാട്ടുകാരുടെ, കൂട്ടുകാരുടെ ഒക്കെ ഇടയിൽ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിന്ദിക്കപ്പെട്ട നിന്നെ അവിടെ കൊണ്ട് മാനിക്കാനല്ല, നിന്ദിച്ചവൻ്റെ മുൻപിൽ നിന്നെ മാനിക്കുന്നൊരു പരിപാലനത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് ഏറ്റെടുക്കാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രതിഫലവും അവിടെ കൊണ്ടൊന്ന് നമുക്ക് തരും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ പ്രതിഫലം വാങ്ങിച്ചു കൂട്ടുന്നത് കാണുന്നതാരാ? നമ്മെ പോലെ വിശുദ്ധിയോടെ അവിടെ ചെന്നവർക്കല്ലേ പറ്റുള്ളൂ. പാര വെച്ചവരാരും കാണുന്നില്ലല്ലോ അവിടെ. നീ പ്രതിഫലം വാങ്ങിക്കുന്നത്, നമ്മൾ പ്രതിഫലം വാങ്ങിക്കുന്നത് നമുക്കിട്ട് പാര പണിതവരാരും കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാര പണിതവൻ്റെ മുമ്പിൽ തന്നെ നിന്റെ തല ഉയർത്തും. നിന്റെ തല ഉയർത്തി ഉപ്പൂറ്റി ഉറപ്പിച്ച് നീ ഇല്ലെന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ തന്നെ നിന്നെ നാട്ടലോടെ നിർത്തുന്നൊരു ദൈവകൃപയുടെ പരിപാലനം. അതാണ് സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിപാലിക്കേണ്ടതിന് വ്യാപരിക്കുന്ന ദൈവശക്തി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ അത് വ്യാപരിക്കുക തന്നെ ചെയ്യും. നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എൻ്റെ കുഞ്ഞിനൊരു ഗതി ഉണ്ടാകുന്നില്ലല്ലോ എന്ന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിന്റെ തലമുറ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. അവർ ജാതികളുടെ ദേശത്തിൻ്റെ നന്മ അവകാശമാക്കും. ഞാൻ പ്രവചിക്കുന്നതല്ല, ഓൾറെഡി പ്രവചിച്ചു വെച്ചിരിക്കുന്ന വചനം വിളിച്ചു പറയുക. അവർ ശൂന്യശിഷ്ടങ്ങളെ പണിയും, അവരുടെ സമാധാനം വലുതായിരിക്കും. അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തലമുറയെക്കുറിച്ച് വേവലാതി വേണ്ട, തലമുറയെക്കുറിച്ച് വേവലാതി വേണ്ടെന്ന്. തലമുറയെ അബദ്ധത്തിൽ പറ്റിയതല്ല, ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. അത് അങ്ങേ കരയിൽ കൊണ്ടുവന്നല്ല, ഇവിടെ വെച്ച് തന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സംഖ്യാപുസ്തകത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി പരിപാലനത്തിൻ്റെതാണ്. ഹല്ലേലൂയ. പാറയപ്പിളർന്നു ഒരു കല്ലെടുത്ത് ഒറ്റയേറെ പാറക്കിട്ട് കൊടുത്താലുണ്ടല്ലോ, ആ എറിഞ്ഞ കല്ലവിടെ ചെന്ന് പൊട്ടിച്ചിതറുമ്പം പാറക്കഷണങ്ങൾ മാത്രമല്ല ചിതറുന്നത്, തീ പാറും. അതാ തീക്കൽ പാറ എന്നൊക്കെ പറയും. ഈ കല്ലും ആ പാറയും കൂടെ ഒരുമിച്ച് കൂട്ടിമുട്ടുമ്പോൾ തീ ചെതറും. ആ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ദൈവം. അസാധ്യമെന്ന് നമ്മൾ വിധി എഴുതിയ ചില മണ്ഡലങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഒരു ശുഭയാത്രയ്ക്ക് വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുക. കർത്താവിൻ്റെ ശക്തിയിൽ അങ്ങോട്ട് ആശ്രയിക്കണം. കർത്താവിൻ്റെ ശക്തിയുമായിട്ട് അങ്ങോട്ട് ഇഴുകിച്ചേരണം. ആ ശക്തിയെ നമ്മുടെ ഉൾത്തടത്തിലേക്ക് ആഞ്ഞ് വ്യാപരിക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ പരിപാലനത്തിൻ്റെ ശക്തി. ഓ, ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചേ. ഉൽപ്പത്തി കേൾക്കാൻ സുഖമായിരുന്നു, പുറപ്പാട്, ലേവ്യായി, സംഖ്യയും ഒക്കെ കേൾക്കാൻ സുഖമായിരുന്നു. ആവർത്തനത്തിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്നറിയാമോ? ശിക്ഷണ നടപടിയുടെ ശക്തിയാണ്. സ്വതന്ത്രം പറയാമോ അതിന്?
ദാക്ഷിണ്യമില്ലാതെ ശിക്ഷിക്കാൻ വെളിപ്പെടുന്ന ശക്തി ആവർത്തനത്തിൽ. ഒരപ്പനും അമ്മയ്ക്ക് 3 മക്കൾ 3 പേരും VIP-കളല്ല, VVIP-കളാണ്. മൂത്ത മോൾ ഇസ്രായേലിൻ്റെ പ്രവാചിക. തപ്പെടുത്ത് കിന്നരം, തപ്പെടുത്ത് പാട്ടുപാടി ജനത്തെ എല്ലാം കൂടെ ആരാധനയിലേക്ക് നയിച്ച ഒരു പ്രവാചികയെ ഓർമ്മയുണ്ടോ? ആരാ? പേരെന്തോന്ന്? മിരിയാം. എന്ന സൂപ്പർ പരിപാടിയായിരുന്നു പുള്ളിക്കാരി ചെയ്തതെന്നറിയാമോ? ചെങ്കടൽ കടന്ന് മണൽ ചവിട്ടി അങ്ങോട്ട് കയറിയപ്പോഴേ ആരാധിക്കാൻ ജനത്തെ പ്രേരണ കൊടുത്ത ഒരു അനുഗ്രഹിത കർത്തൃദാസി. വർഷിപ്പ് ലീഡർ എന്നൊക്കെ പറഞ്ഞൊരു തസ്തിക തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. 5 വോൾട്ട് മിനിസ്ട്രിയിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വർഷിപ്പ് ലീഡർ എന്നൊക്കെ പറയുന്നത്. നല്ല കാര്യമാണ്, ഇരിക്കട്ടെ, കുഴപ്പമില്ല. ആദ്യത്തെ വർഷിപ്പ് ലീഡർ അങ്ങനെയാണെങ്കിൽ ആരായിരുന്നു? ഒരു സഹോദരിയാണ്. മനസ്സിലായല്ലോ? അതാണ് മിരിയാം. രണ്ടാമത്തെ മകൻ അഹരോൻ ഇസ്രായേലിന്റെ ആദ്യത്തെ ആചാര്യനാണ്, മഹാപുരോഹിതൻ. ആദ്യത്തെ മഹാപുരോഹിതനാണ് അഹരോൻ. മൂന്നാമത്തെ ഒരു മകനാണ് ഇസ്രായേലിന്റെ രാഷ്ട്രശില്പി. ആരാ? മോശ. മിരിയാം, അഹരോൻ, മോശ. 3 VVIP-കൾ. ഒരപ്പനും അമ്മയ്ക്കും ജനിച്ച 3 മക്കളും ഇതേപോലെ ഉന്നത സ്ഥാനീയരാണെങ്കിൽ പിന്നെ വിഷമിക്കാൻ വേറെ വല്ലതും ഉണ്ടോ? എന്നാ സുഖമാണ്. ആ അപ്പൻ്റെ അമ്മയുടെ മാനസിക നില നിങ്ങളും ചിന്തിച്ചു നോക്കി. ചില പപ്പമാരോടും അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോൾ പാസ് എന്നാ പറയാനാ, മൂത്ത മോനോ ഒരു കുഴപ്പമില്ല, അവൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തില, സഭയുടെ നടുന്തൂണ. ഇളയ മോനോ അവൻ പിഴയാ പാസ്. മൂത്ത മോൻ കുഴപ്പമില്ല, ഇളയ മോൻ പിഴയാന്ന്. ചിലത്ത് തിരിച്ചാ പറയുക, ഇളയ മോൻ ഞങ്ങളുടെ സഭയുടെ പ്രധാന താര, പാസ്റ്റർ കൂടെ നിൽക്കും, പക്ഷെ മൂത്തവൻ അതിനും കൂടെ അവൻ ഇച്ചിരി വെള്ളമൊക്കെ അടിക്കും. പാസ് ഒന്ന് പ്രാർത്ഥിക്കണേ എന്നാ പറയാം. ആകെപ്പാടെ 3-4 മക്കളെ ഉണ്ട്. 1 ഗുണമാണ്, അല്ലെ 2 ഗുണമാണ്, വേറെ 2 പോക്കാന്ന് പറയുക. പെൺപിള്ളേരെ കുറിച്ചും ആൺപിള്ളേരെ കുറിച്ചും അങ്ങനെ പറയും. പക്ഷേ അമ്രാം, ഇഖാബോദ് 2 പേരും അഭിമാനത്തോടെ പറയാം 3 മക്കളും ഉന്നത സ്ഥാനീയരാ. പക്ഷേ ഒരു കാര്യം കേട്ടോണം, ഇനി ഞാൻ പറയുന്നത് കേട്ടോണം. ഉന്നത സ്ഥാനീയരായിരിക്കുന്ന ഈ 3 മക്കളെയും ദാക്ഷണ്യമില്ലാതെ കനാനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അതിൻ്റെ അതിർത്തിക്ക് ഇപ്പുറത്ത് ദൈവം കൊന്നുകളഞ്ഞ പുസ്തകം ആവർത്തന പുസ്തകം. മോശയോട് പറഞ്ഞു, നീ അവിടെ കയറത്തില്ല, കയറരുത് അവിടെ. മോശ പറഞ്ഞു, അല്ല, ഞാനൊന്ന് പോയി കണ്ടിട്ട് ഓടിങ്ങി വരാം. ആ മനോഹര പർവ്വതം, ലബാനോനിൻ്റെ വനമേഖലകൾ, യോർദാൻ്റെ സമതലങ്ങൾ ഞാനൊന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാം. കാരണം ഈ ജനത്തോട് പാലും തേനും ഒഴുകുന്ന ദേശമൊന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞവരെ നടത്തിക്കൊണ്ട് വന്നിട്ട് ഞാനൊന്ന് പോയി കണ്ടില്ലെങ്കിൽ മോശമല്ലേ? റെസിഡൻഷ്യൽ വിസ വേണ്ട, ഒരു വിസിറ്റിംഗ് വിസ മതി. ഞാനൊന്ന് പോയി കണ്ട് ഓടിങ്ങി വരാം. ദൈവം പറഞ്ഞു, മിണ്ടി പോകരുത് എന്നോട്, നീ അവിടെ കടക്കയില്ല. അതാണ് ആവർത്തന പുസ്തകത്തിൽ വ്യാപരിക്കുന്ന ശക്തി. ഇസ്രായേൽ ജനത്തിൻ്റെ അനിഷേധ്യ നേതാവായിരിക്കുന്ന മോശയുടെ നേരെ ദൈവത്തിൻ്റെ ന്യായവിധി. മിരിയാമിനെ കൊണ്ടുപോയില്ല കനാനിൽ. മിരിയാമിനെ കാദേശിലെത്തിയപ്പോൾ ദൈവം തിരിച്ചു വിളിച്ചു, കം ബാക്ക്, കയറിപ്പോരെ, മതി നിന്റെ കോട്ടും പാട്ടും ഒക്കെ. ഞാൻ നിയമിച്ചു വെച്ച അഭിഷേകത്തിന് വിരോധമായി നീ നാക്കനക്കി, ഇനി നീ അധികം അങ്ങോട്ട് പോകണ്ട. വർഷിപ്പ് ചെയ്ത സഹോദരിയുടെ നാക്ക് ദൂഷണത്തിന് തുനിഞ്ഞപ്പോൾ ദൈവത്തിനത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വോത്രം, സ്തുതി, ഹല്ലേലൂയ, ഗ്ലോറി, രക്തത്താൽ ജയം, അന്യഭാഷ, എന്ന സ്റ്റൈലാണ് പറയുന്നത്. പക്ഷേ വഴക്കം വക്കാണം ഉണ്ടാകുമ്പോഴേ ഈ നാക്കിൻ്റെ ഒരു വല്ലാത്ത ഊർജ്ജസ്വലത നമുക്ക് മനസ്സിലാകും. ദൈവത്തെ സ്തുതിക്കുന്ന നാക്ക് കൊണ്ട് ആക്ഷേപം പറഞ്ഞാൽ നീ കയറിപ്പോകത്തില്ലെന്നവിടെ. UPF ആയതുകൊണ്ടാണ് തുറന്നു പറയുന്നേ. പെന്തക്കോസ്ത് ജനത്തോട് പറയുക, നാവിനെ സൂക്ഷിച്ചോണം. അഹരോൻ ഒന്നാമത്തെ മഹാപുരോഹിതനാ. നാക്ക് പിടച്ചു പോയി. ഇതുകൊണ്ട് ദൈവം പറഞ്ഞു, കയറരുത് അവിടെ. കാളക്കുട്ടി ഉണ്ടാക്കി വെച്ച്, വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പറയാം, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദൈവം ഇത് ആരാധിച്ചോളാൻ. ദൈവത്തിന് അനിഷ്ടമായി മാറി. അപ്പം നോക്കിക്കേ, ഈ 3 VVIP-കളുടെ നാക്ക് പിഴച്ചത് കൊണ്ട് 106 സങ്കീർത്തനം 32 വാക്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. മോശയ്ക്ക് അവിവേകം സംസാരിച്ചു, അത് നിമിത്തം മോശയ്ക്ക് ദോഷം ഭവിച്ചു എന്നാണ് വായിക്കുക. അഹരോൻ്റെ നാവ് പിഴച്ചുപോയി, അതുകൊണ്ട് അവന് ദോഷം ഭവിച്ചു. മിരിയാം സംസാരിച്ചത് യഹോവ കേട്ടു, അത് യഹോവയ്ക്ക് അനിഷ്ടമായി മാറി. 20 സങ്കീർത്തനത്തിൽ മിരിയാമിൻ്റെ മരണം 20 സങ്കീർത്തനമല്ല, സംഖ്യയിൽ അത് പറയുന്നുണ്ട്. ആവർത്തനത്തിൽ അതിൻ്റെ ആവർത്തനം പിന്നെയും പറയുകയാണ്. അതിനകത്ത് പറയുകയാണ് 3 പേരും മരണപ്പെട്ടു പോയി. ഏറ്റവും ഒടുവിൽ ആവർത്തനം, ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ മോശയുടെ ദാരുണമായിരിക്കുന്ന മരണം. പിസ്കായുടെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് നോക്കി കണ്ടിട്ട് അവിടെ വെച്ച് മരിച്ചു. താഴ്വാരത്തിൽ ദൈവം അവനെ അടക്കം ചെയ്തു. 3 പേരുടെ മരണം, 3 പേരുടെ മേൽ വ്യാപരിക്കപ്പെട്ട ശിക്ഷാ നടപടി. മാത്രമല്ല, ഖനാനിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ഇസ്രായേൽ ജനം പൊടുന്നനവ് പട്ടുപോയ ചരിത്രത്തിൻ്റെ വൃത്താന്തം കൂടെ ആവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാക്ക് പിഴച്ചവനെ ദൈവത്തിന് വേണ്ട. ഞാനൊരു ഭയം ജനിപ്പിക്കുന്ന കാര്യം പറയട്ടെ. പേടിച്ച് ഞാൻ വായിച്ചിട്ട് അന്വേഷിച്ച് ഞാൻ വായിച്ചപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. അത് കണ്ടെത്തിയപ്പോൾ ഞാൻ അമ്പരന്ന് പോയി.
വേദോസം പഠിച്ച് ഞാൻ തന്നെ എന്തിനും പേടിക്കണം, നമുക്ക് ഒരുമിച്ച് പേടിക്കാം. അത്രയ്ക്കൊരു മഹത്തായ സംഭവം ഞാൻ പറയാൻ പോകുന്നേ. എബ്രായ ലേഖനം 11-ാം അധ്യായം അറിയാമല്ലോ, വിശ്വാസവീരന്മാരുടെ പട്ടിക നിരത്തിയിരിക്കുന്ന അധ്യായമാണ്. റാഹാബ് എന്ന വേശ്യയുടെ പരാമർശമുണ്ട് ആ പുസ്തകത്തിൽ. ആ അധ്യായത്തിൽ മിരിയാമിൻ്റെ പേര് കാണിച്ചു തരാമോ നിങ്ങൾക്ക്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മിരിയാമിൻ്റെ പേരില്ല. ആൻറ്റിമാർ ശ്രദ്ധിക്കുന്നുണ്ടോ? സഹോദരി സമാജം, മിരിയാമിൻ്റെ പേരില്ല 11-ാം അധ്യായം. ആദ്യത്തെ മഹാപുരോഹിതനായ അഹരോന്റെ പേരില്ലെന്ന് 11-ാം അധ്യായം. ദലീലയുടെ മടിയിൽ അവിടെ താരാട്ട് കെട്ട് ഉറങ്ങിപ്പോയ ശിംശോന്റെ പേര് പറയുന്ന അധ്യായത്തിൽ മഹാപുരോഹിതന്റെ പേര് പറയുന്നില്ല. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതും മുഖ്യധാര പ്രവർത്തകരായി നിന്നു എന്നൊക്കെ ഉള്ളത് ശരിയാ, പക്ഷേ തമ്പുരാന്റെ ഡയറിയിൽ പേരില്ലാതെ വരുന്ന ഒരിടപാടിനും കൂടരുത്. ഭയത്തോടെ കേട്ടോണം ഇന്ന് രാത്രി. ദൈവത്തിൻ്റെ ഡയറിയിൽ നമ്മുടെ പേരുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര മുഖ്യധാര പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വിട്ടുകളയുന്ന പേരാണ് ഈ 2 പ്രധാന നാമങ്ങൾ. അത് മറന്നു പോകരുത്. നാക്ക് പിഴച്ചവരെ ഒന്നും ദൈവത്തിന് വേണ്ട എന്ന് പറയുന്നു. ഒരു സഹോദരിമാർക്ക് വേണ്ടി മാത്രം പറയാം ഒരു കാര്യം. ഒരു സഹോദരി ഭർത്താവിൻ്റെ കുത്തനെല്ലാം കൂടെ പിടിച്ച് വലിച്ചടിപ്പിച്ചിട്ട് പറയാം, എനിക്ക് മക്കളെ തയില്ല, ഇപ്പം ഞാൻ ചാവും. ആദ്യമായിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഒരു സഹോദരി വേദവസത്തിലുള്ളത് ആരാന്നറിയാമോ? സൗന്ദര്യധാമം റാഹേൽ. യാക്കോബിനെ പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ ഓലച്ചോണ്ട് പറയുന്നു. യാക്കോബ് പറയുന്നു, അയ്യോ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം നിന്റെ ഗർഭത്തെ തുറക്കട്ടെ. യാക്കോബിൻ്റെ സുവിശേഷം. അവൾ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുകൊണ്ടാകാം ദൈവം ഗർഭം തുറന്നു 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത് വഴിയോരത്താണ്, അവിടെ വീണ് മരിച്ചു. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ ആ വാചകം ദൈവം അങ്ങനെ കണക്ക് കൂട്ടി വെച്ചിരുന്നു. 2ാമത്തെ കൊച്ചിന് ജന്മം കൊടുത്തോടെ എന്തോ ചെയ്തു? വീണ് മരിച്ചു. വീണ് മരിച്ച സൽസരേഹിൽ നിന്ന് മൃതശരീരം പൊതിഞ്ഞു കെട്ടി നേരെ മുൻപോട്ട് പാട്ടും പാടി യാത്ര ചെയ്താൽ 4 മൈൽ യാത്ര ചെയ്താൽ അങ്ങ് ബത്ലഹേമിൽ ഭർതൃഗ്രഹത്തിൽ വളപ്പിൽ കൊണ്ടടക്കമായിരുന്നു. 4 മൈൽ. അതിന് തുനിഞ്ഞില്ല യാക്കോബ്. ആ വീണ സൽസരേഹിൽ നിന്ന് 30 മൈൽ വടക്കോട്ട് യാത്ര ചെയ്തിരുന്നെങ്കിൽ അങ്ങ് മക്പേല ഗുഹയിൽ കൊണ്ടടക്കാം. അവിടെ അബ്രഹാമുണ്ട്, സാറായി കിടപ്പുണ്ട്, അവിടെ കണ്ടില്ലേ, ഇസഹാക്കുമുണ്ട്. ആ പുണ്യാത്മാക്കളുടെ ഭൗതിക ശരീരം മറവ് ചെയ്ത ഇടത്ത് ഇവളെയും കൊണ്ടടക്കമായിരുന്നു. 30 മൈൽ വടക്കോട്ട് പോയിരുന്നെങ്കിൽ, 4 മൈൽ മുൻപോട്ട് പോയിരുന്നെങ്കിൽ വീട്ടുവളപ്പിൽ അടക്കം ചെയ്യാം. ഈ 2 ദൂരങ്ങൾ താണ്ടാൻ യാക്കോബ് തുനിഞ്ഞില്ല. യാക്കോബ് പറഞ്ഞു, വഴിയിൽ വീണ് മരിച്ചവളെ വഴി തന്നെ അടക്കിയേക്കാൻ. അവിടെ തന്നെ കുഴികുത്തി അടക്കി. നാക്ക് പിഴച്ചവനെ വീട്ടുവളപ്പിലും വേണ്ട, കുടുംബക്കല്ലറയിലും വേണ്ട, വഴി വീണു പോകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇവിടെ ആ 19-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും അങ്ങക്ക്, ബാക്കി പറ, പ്രസാദമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ പറയുന്ന നാവ്, സ്തുതിസ്തോത്രങ്ങൾ, ആരാധന ഉയർത്തുന്ന നാവ്, ദൈവത്തിൻ്റെ വചന മനസ്യൂതം കൈകാര്യം ചെയ്യുന്ന നാവ് കൊണ്ട് അരുതരുതാത്ത ഒരക്ഷരം ഊരിയാടാതിരിക്കാൻ ഈ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തി അപരദ്വാരത്തിന് കാവലേർപ്പെടുത്തണം.